അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു മരണവാർത്ത ഞാൻ കേട്ടു. ആ മരണം സംഭവിച്ചത് എൻ്റെ നാട്ടിലാണ്. അതായത് തിരൂര് നിറമരുതൂര് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1.5 വയസ്സുള്ള ഒരു ചെറിയ പൈതല് മുഹമ്മദ് ഷാദുരി എന്ന് പറയുന്ന ഒരു കുട്ടി, യാ അല്ലാഹ്, നാട്ടിലുള്ള പല ആളുകൾക്കും പറയാനുള്ളത് ആ ഒരു വാർത്തയെ കുറിച്ചിട്ടായിരുന്നു. ഇന്ന് ഞാൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ പിറകിൽ കയറിയിട്ട് അയാളും വേദനയോടെ പങ്കുവെച്ചത് ഈ പൈതലിൻ്റെ മരണവാർത്തയാണ്. ഉമ്മ പൈതലിനെ തൊട്ടിലിൽ കടത്തിയിട്ട് ജോലിയാർത്ഥം അപ്പുറത്തേക്കൊന്ന് മാറി നിന്നതാണ്. തിരിച്ചു വന്നപ്പോ ആ പൈതൽ നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്. 1.5 വയസ്സേറ്റായിട്ടുള്ളൂ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. വല്ലാത്ത പ്രയാസായിരിക്കും. 1.5 വയസ്സുള്ള കുട്ടി തൊട്ടിലിൽ കിടത്തിയിട്ട് പോയ മോന് നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആ തൊട്ടിലിൽ നിന്ന് വീണിട്ടല്ലേ അത്. ആ വേദന അത് ഉമ്മമാർക്കേ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. അള്ളാഹുവിൻ്റെ വലിയ ഖലാ, ആ പൈതലിൻ്റെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൊതി തീർന്നിട്ടുണ്ടാവൂല മുഹമ്മദ് ഷാദുരി എന്ന ഈ പിഞ്ച് പൈതലിനെ. എത്രത്തോളം വാത്സല്യം തുളുമ്പുന്ന മുഖമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ പൈതല് ആ കയ്യിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ആ ഉമ്മ അനുഭവിച്ച വേദന ആ കുട്ടിയുടെ മുഖം കാണുന്ന ആ ഒരു സെക്കൻഡില് ആ ഉമ്മ മറക്കുകയാണ്. കണ്ട് കൊതി തീർന്നിട്ടുണ്ടാവൂല. ചുടുചുംബനങ്ങൾ കൊടുത്തിട്ട് മതിയായിട്ടുണ്ടാകൂല. യാ അല്ലാഹ്, പടച്ചവനെ, ആ മാതാപിതാക്കൾക്ക് ലുഖ്മാൻ എന്നാണ് ആ പൈതലിൻ്റെ ഉപ്പയുടെ പേര്. അള്ളാഹുവെ, മാതാപിതാക്കൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇതുപോലെയുള്ള ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ചെറിയ കുട്ടികളാണ് പലരും മരണപ്പെടാറുള്ളത്. വേറൊരു മരണവാർത്ത കേട്ടത്, ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ച ഒരു ഉമ്മയും 6 മാസമേറ്റ പ്രായമുള്ള ചെറിയ ഒരു കുട്ടിയും ഫ്ലൈറ്റിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് ശ്വാസതടസ്സം നേരിടുകയും പ്രാഥമിക ട്രീറ്റ്മെന്റ് ആ ഒരു ഫ്ലൈറ്റിൽ വെച്ച് തന്നെ നൽകിയെങ്കിലും കൊച്ചിയിലിറങ്ങി ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പേറ്റ ആ പൈതലും ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഉമ്മമാരാണ്. ആ ഉമ്മമാർക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ കൺട്രോള് അവർക്ക് പോകും. കൈകാലുകൾ കുഴയും. ബോധരഹിതയായിട്ട് നിലത്തേക്ക് വീഴുന്ന സാഹചര്യം. യാ അല്ലാഹ്, അതൊരു ഉമ്മാക്കാണ് മനസ്സിലാവുള്ളൂ. കാരണം ആ വേദന തിന്നത് അവരാണ്. അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം ക്ഷമിക്കണേന്ന് പറഞ്ഞാലും ക്ഷമിക്കാനുള്ള മനസ്സ് ആ സമയത്ത് അവർക്ക് ഉണ്ടാകൂല എന്നുള്ളതാണ്. കാരണം ഒറ്റ കാര്യമാണ്, കണ്ടിട്ട് കൊതി തീരാത്ത വാത്സല്യം തുളുമ്പുന്ന പിഞ്ച് പൈതങ്ങളുടെ മുഖം അതത്ര പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് പോകൂല. ആ ചെറിയ പൈതലിനെ എടുത്ത് കൊതി തീർന്നിട്ടുണ്ടാകൂല മാതാപിതാക്കൾക്ക്. ഇന്നലകളിൽ നമ്മൾ കേട്ട വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. 24-കാരനായ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ ഉമ്മയെ വളരെ ദാരുണമായിട്ട് വെട്ടി ഇല്ലാതാക്കി 6 അടി മണ്ണിൻ്റെ അടിയിലേക്ക് പറഞ്ഞയച്ച ഒരു സംഗതി. പടച്ചോനെ, ആ ഉമ്മാക്ക് സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ മകനിന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോൾ അവനെ കുതിരവട്ടത്തുള്ള മാനസികമായിട്ടുള്ള ചികിത്സക്ക് അവനെ അവിടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ഒരു അന്വേഷണമൊക്കെ ഏറെക്കുറെ ഇവൻ്റെ ഈ മാനസികമായിട്ടുള്ള വിഭ്രാന്തി പ്രകടിപ്പിക്കലോട് കൂടി വഴിമുട്ടി എന്ന് വേണം പറയാൻ. ഇനി ആ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ തുടരന്വേഷണവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.
നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രമേല് ലഹരിക്ക് അഡിക്റ്റായിട്ട് എന്നെ ജനിപ്പിച്ചതിലുള്ള ശിക്ഷയാണെന്നൊക്കെ പറയുകയും എല്ലാ തരത്തിലും ഒരു ലഹരിക്ക് അഡിക്റ്റായ ഒരു വ്യക്തി ചെയ്ത ഒരു സംഗതിയായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അവനെ മറന്നു, അവൻ്റെ ജീവിതം അവൻ വെറുത്തു കഴിഞ്ഞു. കാരണം ഈ സംഗതി ഉപയോഗിക്കുമ്പോൾ രാവില്ല പകലില്ല, ഇത് രാവാണോ പകലാണോ എന്ന് പോലും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉമ്മാനെയും പെങ്ങളെയും പിതാവിനെയും സഹോദരങ്ങളെയും ഒന്നും തന്നെ തിരിച്ചറിയില്ല. ഇതിൻ്റെതായ ലഹരി ഞരമ്പിലേക്ക് കയറുമ്പോൾ, അവൻ്റെ സിരകളിലേക്ക് കയറുമ്പോൾ പിന്നീട് അവനല്ലാതാവുന്ന ഒരു രംഗം. ഇങ്ങനെയുള്ള മക്കളെ തൊട്ട് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഉമ്മയുടെ കാര്യമാണ് വളരെയേറെ വേദന. അതുപോലെ കേൾക്കാൻ കഴിഞ്ഞ മറ്റൊരു വാർത്ത, ഒരു സാറിനെ, ഒരു ടീച്ചറെ, പ്രിൻസിപ്പളിനെ ഒരു കുട്ടി കൊലവെറിയോടുകൂടി ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ. അതും സ്കൂളിലേക്ക് സ്മാർട്ട് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ഒരു സ്കൂളിൻ്റെ ഒരു നിയമമാണ്. ആ നിയമം ലംഘിച്ചു. അതുകൊണ്ട് അവൻ്റെ ഫോൺ പിടിച്ചെടുത്തപ്പോൾ ആ മാഷിനോട് അവൻ പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. കുറച്ച് മുമ്പ് അറിയാനായിട്ട് സാധിച്ചത്, ആ കുട്ടി ആ മാഷിനോട് ചെന്ന് മാപ്പ് പറഞ്ഞു എന്നാണ്. ആ മാഷ് പറഞ്ഞത്രേ, ഞാൻ അവനെ ചേർത്ത് പിടിക്കുമെന്ന്. അതാവണം ടീച്ചർമാര്, അല്ലാതെ ആ കുട്ടിയോട് ഹൃദയത്തിൽ പകപോക്കുന്നവരല്ല. ആ കുട്ടിക്ക് അവര് പുറത്തു കൊടുത്തു എന്നും പറഞ്ഞു. അൽഹംദുലില്ലാ, കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇന്നലകളിലൊക്കെ മാധ്യമങ്ങളിൽ ഒരുപാട് കോലാഹലം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. ആ കുട്ടിയുടെ മാപ്പ് പറയലോടെ, അവൻ്റെ തെറ്റ് തിരിച്ചറിയലോടുകൂടി ആ ഒരു കാര്യം അവിടെ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും.